മുൻകാലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് KPCCയുടെ വകയായി തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുമായിരുന്നു. എന്നാൽ ആ പതിവ് ഇപ്പോൾ തെറ്റിച്ചു. ഇത്തവണ 1 രൂപ പോലും നൽകിയില്ലെന്നാണ് ആക്ഷേപം. 4-ാം തീയതി ചേരുന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിഷയം ഉന്നയിക്കാനാണ് സ്ഥാനാർത്ഥികളുടെ മാത്രമല്ല ഒരു വിഭാഗം KPCC ഭാരവാഹികളുടെയും തീരുമാനം. തെരഞ്ഞെടുപ്പിനുള്ള ഫണ്ട് സമാഹരണം കൂടി ലക്ഷ്യമിട്ടാണ് KPCC തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രസിഡന്റ് K. സുധാകരൻ്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെയും നേതൃത്വത്തിൽ സമരാഗ്നി എന്ന പേരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്തിയത്. ഓരോ മണ്ഡലം കമ്മിറ്റിയും 1 ലക്ഷം രൂപ വീതം സമാഹരിക്കാനായിരുന്നു നിർദ്ദേശം. ഇതിൽ 50,000 രൂപ KPCCക്കും 25,000 രൂപ ജില്ലാ കമ്മിറ്റിക്കും 15,000 രൂപ ബ്ലോക്ക് കമ്മിറ്റിയും 10,000 രൂപ മണ്ഡലം കമ്മിറ്റിയും എടുക്കാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. ഇതനുസരിച്ച് KPCCക്ക് 5 കോടിയോളം രൂപ ലഭിച്ചിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. K. സുധാകരൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഫണ്ട് പിരിവ് നടന്നത്. 2 കോടി രൂപയോളം ഫണ്ട് പിരിവിനുള്ള കൂപ്പൺ അടിക്കാനും 1.5 കോടി രൂപയുടെ സമരാഗ്നിയുടെ നടത്തിപ്പുകാരായ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പിന് നൽകിയെന്നുമാണ് KPCC പ്രസിഡന്റ് തന്നെ പറയുന്നതെന്നാണ് ഭാരവാഹികൾ പറയുന്നത്. ബാക്കി തുകയെപ്പറ്റി KPCC നേതൃത്വം മിണ്ടുന്നില്ല. ഇതിനിടെ 4-ാം തീയതി ചേരുന്ന KPCC നേതൃയോഗത്തിൽ KPCC പ്രസിഡന്റായി തന്നെ വീണ്ടും നിയമിക്കണമെന്ന് K. സുധാകരൻ AICC നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുധാകരൻ കണ്ണൂരിൽ മത്സരിച്ചതിനാൽ MM ഹസനെ ആക്ടിംഗ് പ്രസിഡന്റായി AICC ചുമതല നൽകിയിരുന്നു. 4-ാം തീയതിയിലെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഹസനാണ്. KPCCയിലെ ഫണ്ട് വിഷയം വിവാദമായ സാഹചര്യത്തിൽ ഈ വിഷയം പരിഹരിക്കാതെ സുധാകരന് ചുമതല കൈമാറാൻ തയ്യാറാകരുതെന്നാണ് KPCC ഭാരവാഹികളിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സുധാകരന് ചുമതല കൈമാറുന്ന കാര്യത്തിൽ അന്ന് തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം.